പാറ്റ വിജയത്തിൽ തുള്ളിച്ചാടി രഞ്ജിനി ഹരിദാസ്, സൈലന്റായി പേർലി മാണി സൈലന്റ് ആവുന്ന അവരുടെ റൈറ്റ് ആണ്. ഇനിയും പറഞ്ഞു മറ്റൊരു വിവാദം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം. പേർലി മാണിക്കെതിരെയുള്ള അൺഫോളോ ക്യാമ്പയിൻ ഒന്നും ശരിയല്ല. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പക്ഷേ രഞ്ജിനി ഹരിദാസ് സ്റ്റാർ ആകുന്നത് നമ്മൾ കണ്ടു. രഞ്ജിനിയോട് എന്തെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് മാറി കിട്ടി എന്നുള്ളതാണ്. മലയാളികൾ ഒന്നായി രഞ്ജിനി ഏറ്റെടുത്തു. ഞാനും രഞ്ജിനിയൊക്കെ എത്രയോ ചർച്ചകൾ പരസ്പരം അടികൂടി കൂടിയിട്ടുണ്ട്. പക്ഷേ രഞ്ജിനി വളരെ ജെന്യുവനായ ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നില്ല രഞ്ജിനിയുടെ ശത്രുക്കൾ പോലും അല്ല എന്ന് പറയുന്നത്. നമ്മുടെ ആങ്കറിംഗ് രംഗത്ത്, മാധ്യമ രംഗത്ത്, സെലിബ്രിറ്റിയായ രംഗത്ത് നമ്മുടെ മരഡോണയെ ബോച്ചെ കൊണ്ടുവന്നപ്പോഴടക്കം നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു ആങ്കറിംഗ് മാധ്യമ സെലിബ്രിറ്റിയായി നിന്നത് രഞ്ജിനിയാണ്. കഴിഞ്ഞൊരു 25 years, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിയർലി ഒരു 25 years ആയിട്ട് മീഡിയയിൽ വിസിബിലിറ്റി പറ്റുന്നുണ്ട്. പണ്ട് മിസ് കേരളയായിരുന്നു രഞ്ജിനി. അപ്പം നമുക്ക് എല്ലാം ഇഷ്ടപ്പെട്ടൊരു താരമാണ്. ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായതാണ്. പണ്ട് കാലത്ത് നമ്മുടെ പൃഥ്വിരാജിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നു എന്ന് പേരിൽ വിമർശിക്കപ്പെടുകയുണ്ടായി. മാറിയ കാലത്തിന് രഞ്ജിനി ആ സോഷ്യൽ കോസ് ഏറ്റെടുക്കുകയും അത് യഥാർത്ഥത്തിൽ കേരളത്തെ റെപ്രസെൻറ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു പക്ഷേ അവിടെ ജന്തർ മന്ദിറിൽ എത്തുന്നത് രഞ്ജിനി ആയിരിക്കും. ഈ മറ്റേ രാഷ്ട്രീയക്കാർ ഒരു പക്ഷേ ആദ്യമേ പോയി കാണാം. പക്ഷേ രഞ്ജിനിയെ പോലെ ഒരാളവിടെ എത്തുകയും രഞ്ജിനി മറ്റേ സുജാ റോസ് മറ്റൊരു 1-2 അഭിനേത്രിമാർ പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ രഞ്ജിനിയുടെ ആ ജെനുവിനിറ്റി നമുക്കൊന്ന് കാണാം. രഞ്ജിനിയുടെ ഈ മൂവ്മെന്റിനോട് വലിയ ഇതില്ല. അതിന്റെ മൂവ്മെന്റ് തുടങ്ങിയത് സ്റ്റുഡൻസിന്റെ മൂവ്മെന്റ് ആയിട്ടാണ്. ഇപ്പം അത് ഭയങ്കര പൊളിറ്റിക്കൽ എജൻഡ ആയിരുന്നു. പൊളിറ്റിക്കൽ എജൻഡ ആക്കുന്നത് ആ പാർട്ടിക്കാരായിരിക്കും. പക്ഷെ ഞാൻ അവിടെ പോയി നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത സംഭവമാണ്. അവിടെ ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ വരുന്നത് ഒരു 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ വന്ന് കുറച്ചാളെ നിൽക്കും. ഇപ്പൊ ചന്ദ്രശേഖർ ആസാദ് ഹി വാസ് ദേർ ക്വൈറ്റ് എ ലോട്ട് ഐ ഹാവ് ടു സേ. അദ്ദേഹം ഇപ്പൊ സംസദിൽ ഇരിക്കുകയാണ്. അദ്ദേഹം സ്ട്രൈക്കിലിരിക്കുകയാണ്. ഭീം പാർട്ടിയുടെയാണ്, ദളിത് ഭീം പാർട്ടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ചിലര് വരുന്നു, സ്റ്റേജിൽ കയറുന്നു, അവർ അവരുടേതായ പൊളിറ്റിക്സ് സ്റ്റേജിൽ പറയുന്നു, പോകുന്നു. പക്ഷെ അവർ ഈ കോസിന്റെ കൂടെയാണ് എന്നവർ കാണിക്കുമ്പോൾ CJP is welcoming them. CJP ഒരു പാർട്ടിയല്ലല്ലോ, അവർ രജിസ്റ്റേർഡ് അല്ലല്ലോ, കൂട്ടായ്മയാണ്. അവർ യുവത്വത്തിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. സോ ഡോണ്ട് ലുക്ക് അറ്റ് ദം ലൈക്ക് എ പാർട്ടി. നാളെ അതെന്താവോ ഗോഡ് നോസ്. ലെറ്റ്സ് നോട്ട് തിങ്ക് അബൌട്ട് ടുമോറോ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പൊളിറ്റിക്സ് ഒന്ന് മാറ്റി വെച്ച ഇഷ്യൂ നോക്ക്. കറക്റ്റ് രഞ്ജിനി പറഞ്ഞു തന്നെയാണ്. രഞ്ജിനിയെ അതുകൊണ്ടാണ് കേരളം ഈ വിഷയത്തിൽ രഞ്ജിനി ഏറ്റെടുത്തതും പേർലി മാണി അതിരൂക്ഷമായി വിമർശിച്ചതും. അതായത് പേർലി മാണിയുടെ സ്വാതന്ത്ര്യമുണ്ട്. ഇനി തമാശയ്ക്ക് ചില ആൾക്കാർ പറയുന്നതല്ല പേർലി മാണിക്ക് ഇനി തെക്കേടത്തമ്മ പുരസ്കാരം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ രഞ്ജിനിയുടെ മനസ്സാണ്. രഞ്ജിനി ലിബറലാണ്, വേറൊരാൾ കൺസർവേറ്റീവാണ്, വേറൊരാൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരായിരിക്കും. പക്ഷേ ഈ ഒരു സന്തോഷം ഓരോ മലയാളിയുടെ സന്തോഷമാണ്. അത് വെൽ റിഫ്ലക്റ്റഡ് ബൈ രഞ്ജിനിയാണ്. മലയാളി എന്ന് പറയുമെങ്കിൽ രഞ്ജിനി സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. Has resigned finally. This is one of the most craziest victories, and it happened because of the youngsters, the Gen Z, the students of this country coming together and showing their power and showing their might. And I think seeing this happen has given me not just hope, it gives me അത് ശരിയാണ്, ഒരുപാട് പ്രതീക്ഷ. ഇന്ത്യക്കാർക്ക് എല്ലാവരും പ്രതീക്ഷയായി, സന്തോഷം, ആശ്വാസം. big weight has been lifted off my heart because the last few days or the last week and of the month, it's just been really messing with my head to kind of realize that I may not be living in a country that listens to what the people have to say. It was really messing with my head. കേൾക്കാത്ത ഒരു രാജ്യത്തിൽ ജീവിക്കാൻ stuck to their guns and fought it out and won their right to protest, even though there were so many things that the people from the other side kept doing to stop these guys from doing it, right? പാർട്ടിയുടെ പേരൊന്നും പറയുന്നില്ല, BJP എന്ന് പറയുന്നില്ല. More than that, to all the students that സോനം വാങ്ചുക്കിന്റെ അനീതിയാണ് രഞ്ജിനിയെ പ്രൊവോക്ക് ചെയ്തത്. Did not give up no matter what these guys did to try and stop you. Kudos to you. This is your victory. Thank you on behalf of everybody else for doing this for us because we couldn't do it then. And hopefully now we can hold these people accountable into the future. Every time they do something wrong, start questioning it. You've given us the motivation, you've given us the inspiration to be able to do that for ourselves now. And one more thing I want to say to all the youngsters, you guys need to vote. You guys are a majority in this country. You need to utilize that power and you need to bring people to power who will listen to the people. So please get your voters ID as soon as you're 18 and start voting in every election because you guys are the future. You hold a lot of power as you've just seen. I'm so happy. I just feel it feels like a personal victory for me. It is personal victory. This was about
just being fair. It was about getting justice, and that's what these guys got. And thank you, Dharmendra Pradhan ji, for understanding this and resigning. And thank you for the government for finally listening after 35-40 days. After the lathi charges and the number of hospital cases that we have, that did not need to be done. All you had to do was listen to them right at the beginning. But it's okay. Now we know how powerful the people of the country are. Thank you for giving us the opportunity to understand it, and we're going to make sure that we don't lose this team. I'm so happy. Hi everyone. I just രഞ്ജിനിയുടെ ആ സന്തോഷം ഒരു ജെനുവിനായ സന്തോഷമാണ്. അതായത് ഒരു പാർട്ടി അങ്ങനെ കുറ്റം പറഞ്ഞില്ല, ബാലൻസ് ചെയ്ത് പറഞ്ഞു. എന്നാൽ രഞ്ജിനിയുടെ എന്താ പറയണേ ആ വിഷൻ അതൊരു പൊളിറ്റിക്കൽ വിഷൻ അല്ല. വിഷൻ എന്താണെന്നറിയാം. നമ്മുടെ പേർളി മാണി പഴയ സൈലൻ്റ് ആണ്, കഴിഞ്ഞ പോസ്റ്റിൽ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. പേർളി മാണി എൻ്റെ പ്രശ്നമേ അങ്ങനെ ഒരു പബ്ലിക് മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സെലിബ്രിറ്റീസ് വളരെ കോഷ്യസ് ആയിരിക്കണം, പ്രത്യേകിച്ച് ഈ എൻ്റർടൈൻമെൻറ്റ് രംഗത്ത് നിൽക്കുന്ന സെലിബ്രിറ്റീസ്. എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഇപ്പം ടോവിനോയ്ക്കെതിരെ യുവമോർച്ചക്കാർ 7 പേരെ കൊണ്ട് പ്രക്ഷോഭം നടത്തിയതുപോലെ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ല, അതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ആ വോയിസ് വരണം, ആ വോയിസ് കൂടുതൽ ആൾക്കാരിലേക്ക് വരട്ടെ. ആ രഞ്ജിനിയുടെ സന്തോഷം നമ്മളെല്ലാം പങ്കുവെക്കുന്നൊരു സന്തോഷമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, റൈറ്റിയസ് ആയൊരു കോസിൽ നിൽക്കുന്നതിൻ്റെ സന്തോഷമാണ്. ശരിയുടെ കൂടെ, സത്യത്തിൻ്റെ കൂടെ, രാജ്യത്തിൻ്റെ കൂടെ, രാജ്യസ്നേഹത്തിൻ്റെ കൂടെ, മനുഷ്യ നന്മയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ സ്നേഹമാണ്. ഇപ്പോൾ രഞ്ജിനി വേഴ്സസ് പേർളി റൗണ്ട് 2-ൽ യഥാർത്ഥത്തിൽ രഞ്ജിനി ജയിച്ചു എന്ന് പറയാം. ഈ പേർളി എനിക്കറിയില്ല, പേർളി ഒരുപക്ഷെ പേർളിക്ക് ഈ വിജയിച്ചതിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിലും പിള്ളേർ ജയിച്ചതിൽ സന്തോഷം കാണും. ഇനി അത് ഇട്ടാൽ അവസരവാദമെന്ന് പറയും എന്നൊക്കെ വിചാരിച്ചായിരിക്കണം ഒരുപക്ഷെ പേർളി ഇടാത്തത്. അങ്ങനെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് രഞ്ജിനിയുടെയും പേർളിയുടെയും നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്, ഈ നാടിൻ്റെ യുവത്വത്തിൻ്റെ വിജയമാണ്. അതിന് മലയാള മനസാക്ഷിയെ, കേരളത്തെ നന്നായി ഉണർത്തിയ, ഇംഗ്ലീഷ് കൂടുതൽ സംസാരിക്കുന്ന രഞ്ജിനിക്ക് കയ്യടി. രഞ്ജിനി യു റോക്ക്.